ദിവിഷ സാഹചര്യങ്ങൾ സങ്കീർണമാണ്. ഈ മണിക്കൂറുകളോളം പ്രതിഷേധം തുടരുന്നു. സബ് കളക്ടറുടെ ഓഫീസിന് മുമ്പിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും അതിനകത്തുണ്ട്, ഓഫീസിനകത്തുണ്ട്. ഈ കൊല്ലപ്പെട്ട അജീഷിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച തുടരുകയാണ്. പക്ഷേ ഇപ്പോഴും അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉൾപ്പെടെ ഭാര്യ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ ജോലി, കുടുംബത്തിൻ്റെ കടം സർക്കാർ ഏറ്റെടുക്കൽ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നാമമാത്രമായ പ്രതികരണമാണ്, അനുകൂലമായ ഒരു നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് 5 ലക്ഷം രൂപ ഉടൻ നഷ്ടപരിഹാരമായി നൽകും, പിന്നീട് 5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കണ്ടെത്തും, ബാക്കി നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം സർക്കാർ പിന്നീട് തീരുമാനമെടുക്കും, അതിന് സർക്കാർ ശുപാർശ ചെയ്യും എന്നൊരു ഉറപ്പാണ് ഇപ്പോൾ ഇവർക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായി ഇപ്പോൾ പ്രതിഷേധക്കാർ തള്ളിക്കളയുകയാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം തുടരാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രതിഷേധം തുടരുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാൻ കഴിയാതെ ഇപ്പോൾ ഈ സബ് കളക്ടർ ഓഫീസിന് മുമ്പിൽ നിൽക്കുന്നൊരു സാഹചര്യം. രാവിലെ ഏകദേശം 11 മണിയോടുകൂടി മാനന്തവാടി ടൗണിൽ തുടങ്ങിയൊരു പ്രതിഷേധമാണ്. അവിടെ നൂറുകണക്കിന് ആളുകൾ മൃതദേഹവുമായി പ്രതിഷേധിച്ചു. അവിടെ നിന്നും പ്രതിഷേധം പിന്നീട് സബ് കളക്ടർ ഓഫീസിൽ ചർച്ച നടത്തി. ആ ചർച്ചയുടെ തീരുമാനം, അനുകൂലമായ തീരുമാനങ്ങൾ വൈകാതെ എത്തുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു പ്രതിഷേധക്കാർ, നാട്ടുകാർ ഉണ്ടായിരുന്നത്. പക്ഷേ ആ തീരുമാനം അനന്തമായി വൈകുന്ന സാഹചര്യമുണ്ടായി. അതോടുകൂടിയാണ് സബ് കളക്ടർ ഓഫീസിലേക്ക് പ്രതിഷേധം മാറിയത്. അവിടെ ജനക്കൂട്ടമെത്തി. ഏറെക്കുറെ സബ് കളക്ടർ ഓഫീസ് വളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നീട് അജീഷിൻ്റെ മൃതദേഹം സബ് കളക്ടർ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ആ രീതിയിൽ പ്രതിഷേധം നടത്തുകയാണ്. ഇപ്പോൾ അതിനകത്ത് സബ് കളക്ടർ ഓഫീസിനകത്ത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ചർച്ച തുടരുന്നു. പക്ഷേ ആദ്യം പറഞ്ഞിരിക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 ലക്ഷം രൂപ അടിയന്തര ദുരിതാശ്വാസം സഹായധനം എന്നുള്ള ഒരു നിലപാടിൽ ഇപ്പോഴും അതിന് ഒരടി മുന്നോട്ട് പോകാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പ്രതിഷേധക്കാർ ഇവിടെ പിരിഞ്ഞു പോകാതെ നിൽക്കുന്ന സാഹചര്യം. ഈ അജീഷിൻ്റെ ബന്ധുക്കൾ, സഹോദരന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിൽ ഇതിനകത്തുണ്ട്. ഇവരുടെ തീരുമാനമാണ് പ്രധാനം. സമരം മുന്നോട്ട് പോകാനാണ് ബന്ധുക്കൾ തീരുമാനിക്കുന്നതെങ്കിൽ ഏതറ്റം വരെയും പോകുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. അതുകൊണ്ട് തന്നെ ജനക്കൂട്ടം പിരിഞ്ഞു പോകാതെ സബ് കളക്ടർ ഓഫീസിന് മുമ്പിൽ നിൽക്കുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് പോലും കഴിയാതെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പുറത്ത് ആംബുലൻസിൽ കഴിയേണ്ട സാഹചര്യം സങ്കീർണമാണ്. ഏതായാലും സർക്കാർ തലത്തിലുള്ള തീരുമാനമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ നഷ്ടപരിഹാര വിഷയത്തിലൊക്കെ ഇപ്പോൾ തർക്കം തുടരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഇനി സർക്കാർ നിലപാടാണ് അറിയേണ്ടത്. അതിനാണ് ഇപ്പോൾ നാട്ടുകാർ കാത്തിരിക്കുന്നത്. സബ് കളക്ടർ ഓഫീസിന് മുമ്പിൽ നിന്നും ഇപ്പോഴും പിരിഞ്ഞു പോകാതെ പ്രതിഷേധം തുടരുകയും ചെയ്യുന്നത്. ഇത് വളരെ വൈകാരികമായി തന്നെയാണ് ജനങ്ങൾ എടുക്കുക. കാരണം ഇത് ആർക്കും ഏത് സമയത്തും വരാവുന്ന ഒരു അപകടം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വല്ലാതെ ഭയന്നു പോകും. അപ്പോൾ ഇതിൽ ഇത്രയും സമയമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഇങ്ങനെ യോഗം നീണ്ടുപോകുന്നതൊക്കെ ശരിയാണോ? ഇതിൽ വേഗത്തിലൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ വേണ്ടതല്ലേ? ജനങ്ങളുടെ ഇത്രയേറെ പ്രതിഷേധം കാണുമ്പോൾ എന്തിനാണ് ഈ ഒരു വച്ചു താമസിപ്പിക്കൽ വരുന്നത്? അജീഷ്, ജനങ്ങൾ പറയുന്ന 100 കാര്യങ്ങളുണ്ട്. വർഷങ്ങളായി അവർ നേരിടുന്ന വന്യജീവികളുടെ ഭാഗത്ത് നിന്ന് നേരിടുന്ന ആക്രമണങ്ങൾ, അപകടങ്ങൾ, ആളപായങ്ങൾ, കൃഷിനാശം, ജീവനും സ്വത്തിനും നാശം സംഭവിക്കുന്ന സാഹചര്യം, ഏത് നിമിഷവും കാട്ടാനയുടെയോ കടുവയുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെടേണ്ട സാഹചര്യം. ഇത് നിരന്തരം സർക്കാരിനോട് ഈ വിഷയത്തിലുള്ള പ്രതിസന്ധി ഉണർത്തി. പലപ്പോഴും ആളുകൾ കൊല്ലപ്പെടുന്ന സമയത്ത് ആ സമയത്ത് വലിയ ചില വാഗ്ദാനങ്ങളുണ്ടാകും, ചർച്ചകളുണ്ടാകും, അത് പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങും. ഈ തൊഴിലും ഒന്നും ലഭിക്കാതെ പിന്നീട് ആ കുടുംബം അനാഥമാകുന്ന സാഹചര്യമുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സംഭവം ഇനി ആവർത്തിക്കാൻ കഴിയുകയില്ല. ഈ അജീഷിന്റെ മരണം ഇതിൽ അവസാനത്തേതായിരിക്കണം എന്നുള്ളൊരു ഉറച്ച നിലപാട് ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെയാണ് ആളുകൾക്ക് കഴിഞ്ഞ ദിവസം ഈ തണ്ണീർക്കൊമ്പൻ എത്തിയ ശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ, അതിനുശേഷം CCF നൽകിയ ചില ഉറപ്പുകൾ, ഒരു ആന കൂടി ജനവാസ മേഖലയിൽ കാട്ടിലേക്ക് കാട്ടിലുണ്ട്, കർണാടക ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതിനെ തുറന്നു വിട്ടിട്ടുണ്ട്. പക്ഷേ അത് ട്രാക്ക് ചെയ്യുന്നുണ്ട്, സുരക്ഷിതമാണ്, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതായിരുന്നു ജനങ്ങൾക്ക് നൽകിയിരുന്ന ഉറപ്പ്. പക്ഷേ ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ഒരു കർഷകന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതിനി കാത്തിരിക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ സർക്കാരിന്റെ ഉറപ്പ് കേട്ട് മിണ്ടാതിരിക്കാനുള്ള സമയമില്ല, അടങ്ങിയിരിക്കാനുള്ള സമയമല്ല എന്നവർ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏതറ്റം വരെയുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കർഷകന്റെ മൃതദേഹം വെച്ച്, അല്ലെങ്കിൽ അത് പോസ്റ്റ്മോർട്ടത്തിനൊന്നും പോലും കഴിയാത്ത രീതിയിൽ ഉള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് സർക്കാരും വനം വകുപ്പുമാണെന്ന ഒരു ആരോപണം, വിമർശനം ശക്തമായി നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നു. ആ പ്രതിഷേധവും രോഷവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഷഹീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ സർവകക്ഷി യോഗം തുടരുന്നുവെന്നാണ്. ജനങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറുമല്ല. നേരത്തെ ഷഹീദ് സൂചിപ്പിച്ച പോലെ പോസ്റ്റ്മോർട്ടം നടത്താൻ പോലും കഴിയാതെ മൃതദേഹവുമായി പ്രതിഷേധിക്കുകയാണ്. അതും വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. പക്ഷേ നാട്ടുകാർ ഇത്രയേറെ പ്രതിഷേധിച്ചിട്ട് അതിൽ ഇങ്ങനെയൊരു സങ്കീർണമായ സാഹചര്യം ഉണ്ടാക്കുന്നതിന് പകരം വേഗത്തിലൊരു ഇടപെടലാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ആവശ്യമായി വരുന്നത്. അതിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്ന് മനസ്സിലാകുന്നു. ഷഹീദ്, ഇപ്പോൾ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആരൊക്കെ ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്? ഈ ജനങ്ങളുമായി സംസാരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒക്കെ തയ്യാറായിട്ടുണ്ടോ?
വയനാട് ജില്ലാ കളക്ടറുണ്ട്, സബ് കളക്ടറുണ്ട്, വനംവകുപ്പ് CCF ഉണ്ട്, ഒപ്പം തന്നെ 2 MLA മാർ മാനന്തവാടി കൽപ്പറ്റ 2 MLA മാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. IC ബാലകൃഷ്ണനും OR കേളുവും പങ്കെടുക്കുന്നുണ്ട്. ഇവരുമായുള്ള ചർച്ച, ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട അജീഷിൻ്റെ ബന്ധുക്കൾ സഹോദരങ്ങളുമുണ്ട്. ഇവരുൾപ്പെടെയുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഈ ചർച്ചയിൽ ഈ ജനപ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരുമൊക്കെ ബന്ധുക്കളുമൊക്കെ ആയി പരസ്പരം വാക്കേറ്റം ഉണ്ടാകുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു. അതായത് ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളുടെ പ്രാഥമികമായ രീതിയിലുള്ള ഒരു പരിഗണന പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നൊരു വിമർശനം ഒരു കാര്യമുണ്ടായി. അതോടുകൂടിയാണ് ആ തരത്തിലുള്ള ഒരു വാഗ്വാദത്തിലേക്ക് കാര്യങ്ങൾ പോയത്. പക്ഷേ ആ ചർച്ച ഇപ്പോഴും അത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് തുടക്കത്തിൽ ഇവരോട് പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള പ്രാഥമികമായ ചില സഹായധനം 5 ലക്ഷം രൂപ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എത്രത്തോളം ഈ രീതിയിൽ ഈ മുറിയിലിരുന്ന് ഈ കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം സർക്കാർ തലത്തിലാണ് തീരുമാനമുണ്ടാകേണ്ടത്. അജി സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായ ന്യായങ്ങൾ പറഞ്ഞാണ് നഷ്ടപരിഹാര തുക അനുവദിക്കുന്നതിനുള്ള സാങ്കേതികത്വമൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി ഈ രീതിയിൽ മാത്രമേ നഷ്ടപരിഹാരം നൽകാൻ കഴിയുകയുള്ളൂ എന്നൊരു നിലപാട് സർക്കാർ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ ചർച്ച ഈ മുറിയിലിരുന്ന് പരിഹരിക്കാൻ കഴിയുന്ന രീതിയായിരിക്കില്ല കാര്യങ്ങൾ. അപ്പോൾ സർക്കാർ തലത്തിലാണ് തീരുമാനമുണ്ടാകേണ്ടത്. ആ സർക്കാർ തീരുമാനമായിരിക്കും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവരോട് സംസാരിക്കുക. അതിന് നയതന്ത്രപരമായ ചില ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. ആ വിഷയത്തിലൊക്കെ സർക്കാർ ഇനി എന്ത് സമീപനം സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. പക്ഷേ പ്രതിഷേധക്കാർ ഒരു അണുകിട പിന്നോട്ട് പോകാൻ തയ്യാറല്ല, ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ താൽക്കാലികമായി ഇപ്പോൾ മുദ്രാവാക്യം വിളികളൊക്കെ അടക്കി നിർത്തിയിരിക്കുകയാണ്. ഇവരുടെ തീരുമാനം കാത്തിരിക്കുകയാണ്. അത് ഉണ്ടായില്ലെങ്കിൽ ഈ അജീഷിൻ്റെ ബന്ധുക്കൾ എന്ത് നിലപാടെടുക്കുന്നു അതിനനുസരിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ പോവുകയും ചെയ്യും.